നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വന്നിട്ടും 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചു കയറി വന്ന UDF-ൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള ചർച്ച കേരളത്തിൽ നിന്നും ഇപ്പോൾ ഡൽഹിയിലേക്ക് മാറി കൊടുമ്പിരി കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷം. എന്നാൽ ഇപ്പോഴും കേരളത്തിൽ ആരായിരിക്കണം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിട്ടില്ല. KC വേണുഗോപാൽ മത്സരിക്കാതിരുന്നിട്ടും കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിട്ടും അദ്ദേഹമായിരിക്കണം മുഖ്യമന്ത്രി എന്ന നിലയിൽ KC വേണുഗോപാൽ പക്ഷം വാശി പിടിച്ച് മുന്നോട്ട് പോകുന്നു. UDF എന്ന ടീമിനെ ഒറ്റക്കെട്ടായി നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ VD സതീശൻ കോൺഗ്രസിന് വേണ്ടി UDF-ന് വേണ്ടി അശ്രാന്തം പരിശ്രമം ചെയ്തു, പ്രയത്നിച്ചു. രാപകലില്ലാതെ അദ്ദേഹം അധ്വാനിച്ചു. ടീം UDF എന്ന് ഒറ്റക്കെട്ടായി നിർത്തിക്കൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിന് നേരിട്ട് 102 സീറ്റ് വിജയം കരസ്ഥമാക്കി. ഇവിടെ അദ്ദേഹത്തിന് അനുകൂലമായ പല ഘടകങ്ങളും ഉണ്ടായിരുന്നിട്ടും ഇപ്പോൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ വിമുഖത കാണിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് മാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അഥവാ KC വേണുഗോപാൽ എന്നുള്ള ഒരു കേന്ദ്ര നേതാവിന് അല്ല എന്നുണ്ടെങ്കിൽ AICCയുടെ വക്താവായ വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന നിലപാടിൽ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡ് താളം ചവിട്ടി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. UDF അധികാരത്തിൽ വന്നാൽ ജനകീയ സ്വീകാര്യതയുള്ള നേതാവായിരിക്കണം മുഖ്യമന്ത്രി എന്ന് UDF-ന്റെ ഏറ്റവും മുതിർന്ന ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ പരമോന്നത നേതാവായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ ഇതാദ്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. UDF-ന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ ജനകീയ സ്വീകാര്യതയുള്ള ആളുകൾ തന്നെയാണ് എപ്പോഴും മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നത്. അതുകൊണ്ട് ജനസ്വീകാര്യതയുള്ള നേതാക്കന്മാർ തന്നെ ആയിരിക്കണം മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ VD സതീശനായിരിക്കണം മുഖ്യമന്ത്രി എന്ന് അന്ന് പറഞ്ഞു വെച്ചു. പിന്നീട് VD സതീശന്റെ പേരെടുത്ത് തന്നെ പറയുകയുണ്ടായി. എന്നാൽ മുസ്ലിം ലീഗ് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെ സ്വാധീനിക്കുന്നതിന് വേണ്ടി KC വേണുഗോപാലിന്റെ താല്പര്യപ്രകാരം കർണാടകത്തിലെ സിദ്ധരാമ അയ്യയുടെ സർക്കാരിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബിനെയും അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളെയും എല്ലാം കണ്ടിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. മുസ്ലിം ലീഗ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ അനുകൂല താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ലീഗിനെ വശപ്പെടുത്തുവാൻ വേണ്ടിയാണ് കർണാടക ന്യൂനപക്ഷ മന്ത്രിയെ ലീഗിന്റെ സ്ഥലത്തേക്ക് അയച്ചത് എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത്തരം ചർച്ചകളൊന്നും ഫലവത്തായിട്ടില്ല. ലീഗ് ഉറച്ച നിലപാടിൽ തന്നെയാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി വയനാട് MP ആയ പ്രിയങ്ക ഗാന്ധിയെ ലീഗ് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് മറ്റു മണ്ഡലങ്ങളിൽ വെല്ലുവിളിയായിരിക്കുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം മത്സരിക്കാനെത്തിയത് വയനാട്ടിൽ തന്നെയാണ്. ലക്ഷക്കണക്കിന് ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത് വിജയിപ്പിച്ചത്. പിന്നീട് റായ്ബറേലിയിൽ നിന്നും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ വയനാട് സീറ്റ് രാജിവെക്കുകയായിരുന്നു. അങ്ങനെ ഒഴിഞ്ഞ സീറ്റിലേക്ക് വീണ്ടും പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുന്നു. രാഹുൽ ഗാന്ധിക്ക് കൊടുത്തതിൻ്റെ അതിലധികം ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് UDF പ്രിയങ്ക ഗാന്ധിയെ ലോക്സഭയിലേക്ക് അയച്ചത്. അതിന് പ്രധാന കാരണം മുസ്ലിം ലീഗ് തന്നെയായിരുന്നു. വയനാട് നിയമസഭാ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിലും 7 മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ളത് മുസ്ലിം ലീഗിന് തന്നെയായിരുന്നു. അതുകൊണ്ട് അവരുടെ വോട്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് വൻ ഭൂരിപക്ഷത്തോടു കൂടി ലോക്സഭയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിക്കും അറിയാം. അതുകൊണ്ട് നിലവിലെ കേരളത്തിലെ ജനങ്ങളുടെ വികാരം എന്താണ് എന്നുള്ളത് മുസ്ലിം ലീഗ് പ്രിയങ്ക ഗാന്ധിയോട് അറിയിച്ചിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി ഹൈക്കമാൻഡിന്റെ ഭാഗമായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖാർഗെയെയും സോണിയാഗാന്ധിയെയും എല്ലാം കേരളത്തിലെ ജനങ്ങളുടെ വികാരം എന്താണ്, VD സതീശൻ എന്ന നേതാവ് പ്രതിപക്ഷ നേതാവാണ് UDF-ന് വേണ്ടി അക്ഷീണം പണിയെടുത്തത്. ഘടകകക്ഷികൾക്ക് എല്ലാവർക്കും VD സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നതിനോടാണ് താല്പര്യം എന്നുള്ള വിവരം മുസ്ലിം ലീഗ് ധരിപ്പിച്ചത് അതേപടി തന്നെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ KC വേണുഗോപാലിന് അനുകൂലമായി ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരം തള്ളിക്കളഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം ഒരുപക്ഷെ മാറ്റിവെക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എന്താണ് നടക്കുക എന്നുള്ളത് അറിയില്ല. ഇതിനിടെ കേരളത്തിൽ നിന്നുള്ള തലമുതിർന്ന നേതാക്കളെയും മുൻ KPCC പ്രസിഡന്റുമാരെയും എല്ലാം രാഹുൽ ഗാന്ധി ഡൽഹിക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും മാരത്തൺ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെയോടുകൂടി കേരളത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് നിർണായകമായ രീതിയിലുള്ള
വിഷയങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ താല്പര്യം എന്താണ്, കേരളത്തിൻ്റെ താല്പര്യം എന്താണ് എന്നുള്ളത് കൃത്യമായ വിവരം പ്രിയങ്ക ഗാന്ധി അറിയിച്ചിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി അത് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വി.ഡി. സതീശനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് എന്നും പറയപ്പെടുന്നു. 2.5 വർഷം വി.ഡി. സതീശനും അടുത്ത 2.5 വർഷം കെ.സി. വേണുഗോപാലിനുമായി മുഖ്യമന്ത്രി ഒരു ചർച്ചാ സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം പോലുള്ള കാര്യങ്ങൾ കൊടുത്ത് അങ്ങനെ ഒരു സെറ്റിൽമെന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് കൃത്യമായ രീതിയിൽ തന്നെ ഇടപെട്ടിരിക്കുന്നു. ഘടകകക്ഷികളുടെ താല്പര്യത്തിന് വഴങ്ങേണ്ടതില്ല എന്നുള്ള ഹൈക്കമാൻഡിന്റെ താല്പര്യം പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും പ്രിയങ്ക ഗാന്ധിക്കെല്ലാം വയനാട്ടിൽ നിന്നും വീണ്ടും ജയിച്ച് രാഷ്ട്രീയത്തിൽ സുസ്ഥിരമായി ഇടന്നിടണമെന്നുണ്ടെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലം ഉപേക്ഷിക്കേണ്ടി വരും. മുസ്ലിം ലീഗിനെ പോലുള്ള ഘടകകക്ഷികളെ പിണക്കിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് തന്റെ രാഷ്ട്രീയ ഭാവി വയനാട്ടിൽ നിന്ന് സുരക്ഷിതമാക്കി നിർത്താൻ സാധിക്കില്ല. വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനം കൂടിയേ തീരൂ. ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലുണ്ടായിരിക്കുന്ന ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്നുള്ളത് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതിനിടയിൽ 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാറുകയാണെങ്കിൽ വീണ്ടും കാര്യങ്ങൾ വഷളാകും എന്നാണ് പറയാൻ കഴിയുന്നത്. എന്തായാലും 2.5 വർഷം ആദ്യത്തെ 2.5 വർഷം വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് തുടർന്ന് വരുന്ന 2.5 വർഷം കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടൊരു തീരുമാനത്തിലേക്ക് ഒത്തുതീർപ്പിലേക്ക് ഹൈക്കമാൻഡ് പോകാനുള്ള സാധ്യതയുണ്ട്. മുസ്ലിം ലീഗിന്റെ ഇടപെടൽ, പ്രിയങ്ക ഗാന്ധിയുടെ ഇടപെടൽ കൊണ്ട് അത്തരം കാര്യങ്ങൾ നടക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ ആ തീരുമാനം വരും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതിന് വിപരീതമായി, അതായത് വി.ഡി. സതീശനെ വെട്ടിക്കൊണ്ട് കെ.സി. വേണുഗോപാലിനെ കെട്ടിയിറക്കി മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന്റെ അവസാന മന്ത്രിസഭയായിരിക്കും ഇത്. യു.ഡി.എഫ് സംവിധാനത്തിന്റെ അവസാന മന്ത്രിസഭയായിരിക്കും 2026 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്താണ് നടക്കുക എന്നുള്ളത് കണ്ടറിയാം, കാത്തിരിക്കുക.